ആകാംക്ഷയുള്ള രാജകുമാരി. പണ്ടൊരു കാലത്ത് വിജനമായ ഒരു കാട്ടിൽ വലിയ മതിലുകളോടെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അത് വലുതായിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് 2 പേർ മാത്രമായിരുന്നു. അതിലൊന്ന് യുവതിയായ റോസലിക്കും പിന്നെ അവളുടെ അച്ഛൻ പ്രൂഡൻസും. ഈ കഥ ഇനിയാണ് തുടങ്ങുന്നത്. എനിക്കൊരൽപ്പം പാല് കിട്ടുമോ? ആ വീട് ഒരു ഇന്ദ്രജാലം നിറഞ്ഞതായിരുന്നു. പ്രൂഡൻസിന് മാന്ത്രിക വിദ്യകൾ അറിയാമായിരുന്നു. അതുകൊണ്ട് റോസലിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഒന്ന് മാത്രം ഒഴികെ. അച്ഛാ, ഈ ചുവരിനപ്പുറത്തേക്ക് എന്നെ ഒരിക്കലും കൊണ്ടുപോകില്ലേ? പുറമേ ഉള്ള എല്ലാം തന്നെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ റോസലി. ബൊമ്മകൾ, മൃഗങ്ങൾ, സുഹൃത്തുക്കൾ. നീ പോയി കളിക്കുമോളെ. ഞാൻ കുറച്ച് തിരക്കില്ല ഉമ്മ. പക്ഷേ ആ തോട്ടത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയ വീടുണ്ടായിരുന്നു. പ്രൂഡൻസ് പതിവായി അവിടെ പോകുമായിരുന്നു. പക്ഷെ അതേക്കുറിച്ച് സംസാരിക്കാറേയില്ല. റോസലി ആ വീട്ടിലേക്ക് പോകരുതെന്ന് വിലക്കിയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഓ വാട്ടറിംഗ് ക്യാൻ, നിന്നെ ഞാൻ സഹായിക്കാം. റോസ്ലിൻ, നീ വളരെ നല്ല പെൺകുട്ടിയാ. ആരാത്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ മുറിക്കുള്ളിലാണുള്ളത്. പ്ലീസ് എന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരൂ. തീർച്ചയായും. ഇല്ല, ഒന്ന് നിക്ക. അച്ഛൻ ഈ മുറിക്കുള്ളിലേക്ക് പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? പ്ലീസ് റോസ്ലിൻ. ഉത്തരം കിട്ടാതെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. റോസ്ലിൻ, നിന്റെ 15ാമത്തെ പിറന്നാൾ വരികയാണ്. നിനക്ക് ഒരുപാട് സന്തോഷമായിരിക്കുമല്ലോ. അച്ഛാ, ആ മുറിക്കുള്ളിൽ ആരാണുള്ളത്? റോസ്ലിൻ, നീ എന്തിനു വേണ്ടിയാ? ഇപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. നിനക്ക് 15 വയസ്സ് തികയുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തരാം. പക്ഷെ അതുവരെ നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ ആ റൂമിൽ പോകാനേ പാടില്ല. റോസ്ലിൻ അതിനെതിരെ പറയാൻ ആഗ്രഹിച്ചെങ്കിലും അവളുടെ അച്ഛൻ്റെ വിഷമം നിറഞ്ഞ കണ്ണുകൾ അവളെ തടഞ്ഞു. ഇങ്ങനെ വേണം എൻ്റെ മകൾ. അടുത്ത ദിവസം പതിവ് പോലെ റോസ്ലി തനിച്ചായിരുന്നു. അവളുടെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട കാര്യവുമായി പുറത്തു പോയിരുന്നു. ഏയ്, അതെനിക്കിതാ. റോസ്ലിൻ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് പുറത്തിറക്കൂ. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ അച്ഛനോട് സത്യം ചെയ്തിട്ടുണ്ട്. എന്താ? പക്ഷേ നിന്റെ അച്ഛനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത് രഹസ്യം? ഇപ്പൊ പറ്റില്ല. ഈ വാതിൽ തുറന്നാൽ മാത്രമേ ഞാനത് നിന്നോട് പറയുകയുള്ളൂ. കൂടുതൽ നിർബന്ധിച്ചപ്പോൾ റോസ്ലി താക്കോൽ തിരക്കിപ്പോയി. അതെവിടെയായിരിക്കും? എങ്കിലും താക്കോൽ. അപ്പോൾ അവളുടെ അച്ഛന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നടക്കുന്നത് പോലും അവൾ അറിഞ്ഞില്ല. ഞാൻ ആ താക്കോൽ കണ്ടെത്തി. സന്തോഷമായി. വേഗം തുറക്കൂ. ഏയ്, ഹലോ, നിങ്ങൾ എവിടെയാണ്? ഹലോ. ഇപ്പൊ ഞാൻ സ്വാതന്ത്ര്യമായിരിക്കുന്നു. റോസ്ലി താഴെ കുനിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു എലിയെ കാണാനിടയായി. അതിന്റെ ക്രൂരമായ കണ്ണുകൾ അവളെ ഭയപ്പെടുത്തി. നീ ഒരു വിഡ്ഢിയാ. ഞാൻ എന്റെ അച്ഛന്റെ എതിരാളിയാ. ഞാനാണ് ഫെയറി ഡെറ്റസ്റ്റബിൾ. ഞാനിപ്പോൾ ശാപം കൊണ്ടൊരു എലിയായി മാറിയിരിക്കുകയാണ്. നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ? ഉറപ്പായിട്ടും കള്ളമാണ് പറഞ്ഞത്. ഇപ്പൊ നിന്റെ ജീവിതം ഞാൻ ദുരിതത്തിലാഴ്ത്താൻ പോവുകയാണ്. ഇല്ല, വേണ്ട. ഏയ്, മാറ്. ദൂരെ പോ. കഴിയുന്നിടത്തോളം വേഗത്തിൽ അവൾ ഓടി. ആ എലിയും അവളെ വളരെ വേഗത്തിൽ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്റെ അടുത്തുനിന്ന് ദൂരെ പോ. ഞാനൊരു ഫെയറിയാണെന്ന കാര്യം മറന്നോ? എന്തു പറ്റി എന്റെ ശക്തികൾക്കൊക്കെ? എല്ലാം ഈ ശാപം കാരണമാണ്. റോസ്ലിക്ക് ഇപ്പോഴാണ് അവൾ ചെയ്ത വലിയ തെറ്റ് മനസ്സിലായത്. ഇപ്പൊ എന്റെ റോസ്ലിയെ ഞാൻ കാണാൻ പോവുക. എന്താ ഇതൊക്കെ?
റോസ്ലിൻ! അച്ഛാ, ഓ നോ നോ. പ്രോഡൻസ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വന്നത് കാരണം എലി എവിടെയോ പോയി ഒളിച്ചു. റോസ്ലിൻ, എന്താ റൂം തുറന്നു കിടക്കുന്നത്? നീയാണോ തുറന്നത്? എന്നോട് ക്ഷമിക്കൂ. ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു. ആ എലി എന്നോട് അച്ഛനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയാന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് എനിക്ക്. മോളെ റോസ്ലിൻ, ജിജ്ഞാസ ഉണ്ടാകുന്നത് വലിയ തെറ്റൊന്നുമല്ല. നീ എനിക്ക് സത്യം ചെയ്തു തന്നത് മറന്നുപോയോ? നീ എന്തിനു വേണ്ടിയാ യാതൊരു ആവശ്യവുമില്ലാതെ ആ റൂം പോയി തുറന്നത്? എനിക്കറിയാം. അച്ഛനിത് ശരിയാക്കാൻ കഴിയോ? കഴിയില്ല. നമ്മൾ വലിയ പ്രശ്നത്തിലാ. എന്താ? എങ്ങനെ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വലിയൊരു മാന്ത്രികനായിരുന്നു. അതുമൂലം ഞാൻ വളരെയധികം പ്രസിദ്ധനായിരുന്നു. ഫെയറിക്കൻ മാലാഖരാജ്ഞിയായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് നീയും ഒരു രാജകുമാരിയായിരുന്നു. എലിയായ ഫെയറി ഡിസെപ്റ്റബിൾ ഞാൻ അവളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നിന്റെ അമ്മയെ കണ്ടുമുട്ടിയത്. അവൾ സുന്ദരിയും സുശീലയുമായിരുന്നു. പക്ഷെ അവളൊരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഞാൻ അവളെ വിവാഹം കഴിച്ചത് മൂലം ഫെയറി ഡിസെപ്റ്റബിളിന് എന്നോട് കോപമുണ്ടായി. അതിനുശേഷമാണ് നീ ജനിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ പുറത്തു പോയത് മനസ്സിലാക്കിയ ഫെയറി ഡിസെപ്റ്റബിൾ ഇവിടെ എത്തി. കുട്ടിയാണോ? ഒരു കുട്ടിയുടെ ആകാംക്ഷയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. അവിടെയാണ് നീ ആദ്യമായി തോൽക്കാൻ പോകുന്നത്. ഇതാണ് നിനക്കുള്ള ശാപം. അവളെ ഞാൻ തടഞ്ഞിട്ടും അവൾ നിന്നെ ശപിക്കുകയുണ്ടായി. ഈ ശാപത്തിനുള്ള ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഇവൾക്ക് 15 വയസ്സാകുമ്പോൾ ഇവളുടെ ആകാംക്ഷ ഇവൾക്ക് മറികടക്കാൻ സാധിക്കും. ഈ ശാപം ഇവളെ വിട്ട് പോവുകയും ചെയ്യും. ഇവൾക്ക് 3 അവസരങ്ങൾ നൽകാം. അവയിൽ ഇവൾ തോറ്റു പോവുകയാണെങ്കിൽ പിന്നീട് ഇവൾ പൂർണ്ണമായും എനിക്കായിരിക്കും സ്വന്തമാവുക. ആ ഫെയറി വളരെ വേഗം ഒരു എലിയായി മാറി. അവളെ ഇത്രയും വർഷം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. അപ്പോ എന്റെ അമ്മയ്ക്ക് എന്തു പറ്റി? അവളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിന്നെയും എനിക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. എനിക്ക് എന്ത് ചെയ്യാനാ? നോക്ക്, നീ ചെയ്യുന്ന ഈ ദ്രോഹത്തിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെയാണോ? എങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ. റോസ്ലിൻ! അതെ, ഇനി നിങ്ങൾക്ക് അവളെ കാണാനേ സാധിക്കില്ല. അവൾ എന്നോടൊപ്പം വരികയാണ്. അവൾ അതിവേഗം അപ്രത്യക്ഷയായി. ഇപ്പൊ റോസ്ലി വളരെ ശക്തമായി പോരാടാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്താലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ വരില്ല. എന്നെ വിട്. ഇല്ല, ഞാൻ നിന്നെ വിടില്ല. ഒരിക്കലും വിടില്ല. റോസ്ലിൻ ആ മായാവലയത്തിൽ നിന്നും ഒരു ചതുപ്പ് നിലത്തിൽ വീണു. ഇല്ല. എന്താ ഇത്? ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഓ, ഈ പെണ്ണിത് എങ്ങോട്ടാ പോയത്? ഓ, ഞാനൊരു എലി അല്ലായിരുന്നുവെങ്കിൽ എന്റെ ശക്തി മുഴുവനും എനിക്ക് പ്രയോഗിക്കാമായിരുന്നു. റോസ്ലി വളരെയധികം ഭയപ്പെട്ടു. പേടിച്ചും ഭയന്നും അവൾ വളരെയധികം വിവശയായി. അവൾ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. രാജകുമാരൻ അവളെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ആ രാജകുമാരൻ മറ്റാരുമായിരുന്നില്ല, ഗ്രേഷ്യസ് ആയിരുന്നു. ഓ, ഏതാ ഈ പെൺകുട്ടി? ഇവൾ മയങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇവളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാം. രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ വിശ്രമിക്കാൻ കിടത്തി. ഞാനിത് എവിടെയാണ്? എന്റെ അരമനയിലാണ്. ഞാൻ രാജകുമാരൻ ഗ്രേഷ്യസ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓ രാജകുമാര, എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സന്തോഷം. നീ എന്തിനാ കാട്ടിൽ മയങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ. റോസ്ലി പറഞ്ഞ കഥ ഗ്രേഷ്യസ് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. ഇത് ഒത്തിരി മോശമാണല്ലോ. നിന്റെ അച്ഛനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ റോസ്ലിൻ, നിന്റെ ബർത്ത്ഡേ കഴിയുന്നതുവരെ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഓ, വളരെ നന്ദിയുണ്ട്. എനിക്ക് നല്ല ദാഹിക്കുന്നു. എന്താ ഇത്? എന്തുകൊണ്ടാ വെള്ളമൊന്നും എന്റെ അടുത്തേക്ക് വരാത്തത്? റോസ്ലിൻ, ഇവിടെ മാജിക് ഒന്നുമില്ല. ഇത് ഞാൻ തന്നെ എടുത്തു തരാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റോസ്ലിന് അവൾ ജീവിച്ച ചുറ്റുപാടും ഈ കൊട്ടാരത്തിലെ ചുറ്റുപാടും വളരെ വ്യത്യാസമായി അനുഭവപ്പെട്ടു. ഇവിടെ ഒരു മാജിക്കും ഇല്ലെന്ന് പറയുന്നത് വിചിത്രമായിട്ടുണ്ട്. ഓ, എന്താ ഇത്? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ റോസ്ലിൻ, അതെന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പക്ഷെ നീ അതിന്റെ മുമ്പിലേക്ക് പോകരുത്, ഓക്കെ? ശരി. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. പക്ഷെ ആ എലി അവിടെ വരാതിരുന്നുവെങ്കിൽ എല്ലാം നന്നായി അവസാനിക്കുമായിരുന്നു. ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അവളുടെ ജന്മനാളിന് മുമ്പ് അവൾ ആ പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. വളരെ വേഗം തൻ്റെ ശാപം അവസാനിക്കുമെന്നോർത്ത് അവൾ സന്തോഷിച്ചു. നാളെ എല്ലാം തന്നെ ശരിയാവുമല്ലോ. ഞാൻ എന്റെ അച്ഛനെ വീണ്ടും കാണാൻ പോവുകയാണ്. എക്സ്ക്യൂസ് മീ മാഡം, ഈ ബാഗ് ഒന്ന് എടുത്തോണ്ട് പോകാനൊന്ന് സഹായിക്കാമോ? ഓ പിന്നെന്താ. അവർ രണ്ടുപേരും രാജകുമാരന്റെ പ്രത്യേക ഗാർഡനിലേക്ക് പോയി. അവിടെയാണ് റോസ്ലിൻ മറച്ചുവെച്ച ആ സാധനം കണ്ടത്. ഇത് രാജകുമാരന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അവളുടെ പേര് റോസ്ലിൻ എന്നാണെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെയാ റോസ്ലിൻ. അപ്പോ ഇതാണോ ആ ഗിഫ്റ്റ്? എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. ഉറപ്പായിട്ടും പോയി നോക്കിക്കോളൂ. നിങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ, അത് നിങ്ങൾ കാണാതെ വേറെ ആര് കാണാനാണ്? പക്ഷേ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇത് നിങ്ങൾ കണ്ടത് കൊണ്ട് ആർക്കും ഒരു ദോഷവും വരുന്നില്ലല്ലോ. അങ്ങനെയാണോ? ആ എലി വേഷം മാറി വന്ന് റോസ്ലിന്റെ ജിജ്ഞാസയ്ക്ക് ആക്കം കൂട്ടി. റോസ്ലിൻ ആ പുതപ്പ് മാറ്റിയപ്പോൾ അവിടെ ഒരു അത്ഭുതം കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഓ എന്റെ ദൈവമേ, ഇത് എത്ര മനോഹരമായിട്ടുണ്ട്. എന്താ ഇത്? എന്താ ഈ സംഭവിക്കുന്നത്? നിനക്കുള്ള രണ്ടാമത്തെ അവസരവും നീ പാഴാക്കിയിരിക്കുന്നു. ഇല്ല, ഇങ്ങനെ സംഭവിക്കരുത്. ഇത്തവണയും നീ എന്റെ കൂടെ തന്നെ വരണം. ഇനി നിനക്ക് രക്ഷപ്പെടാനേ സാധിക്കില്ല. രണ്ടുപേരും ആ മായാവലയത്തിലൂടെ സഞ്ചരിച്ചു. വീണ്ടും റോസ്ലിൻ വളരെ ശക്തിയായി പ്രതികരിച്ചു. മതി, നിർത്തൂ. ഇല്ല. ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല. അവിടെ മുഴുവൻ ഇരുട്ട് മൂടിയിരുന്നു. അവിടെ ആരെയും കാണാനില്ലായിരുന്നു. അപ്പോൾ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടു. ഒന്ന് നിൽക്കൂ മാഡം, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തരാമോ? ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ ആരാ നിനക്ക് സ്ഥലം തരിക? ആ പെൺകുട്ടി റോസ്ലിനെ നന്നായി ശ്രദ്ധിച്ചു. പിന്നീട് എലിയെയും നോക്കി. നിന്റെ കൂടെ ഈ എലി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കണ്ടില്ലേ? റോസ്ലിൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോ ആ പെൺകുട്ടി അവളെ തടഞ്ഞു. നിനക്ക് തങ്ങാൻ ഞാനൊരു സ്ഥലം തരാം, പക്ഷെ അതിനു മുമ്പായിട്ട് നിന്നെ ഞാൻ വിശ്വസിക്കണം. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. നീ ഇവിടെ തന്നെ ഇരുന്ന് എന്റെ ബാസ്ക്കറ്റ് നോക്കണം. പക്ഷെ ഇത് തുറന്നു നോക്കാൻ പാടില്ല. അങ്ങനെ നീ ചെയ്താൽ അതെനിക്ക് മനസ്സിലാകും. തീർച്ചയായും ഞാൻ അതങ്ങനെ തന്നെ ചെയ്യും. ആ പെൺകുട്ടി രസകരമായ ആ ബാസ്ക്കറ്റ് റോസ്ലിനെ ഏൽപ്പിച്ച് കടന്നുപോയി. അത് തുറന്നു നോക്ക. വേണ്ട, ഇത്തവണ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഈ ബാസ്ക്കറ്റിൽ എന്ത് തന്നെയായിരുന്നാലും അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ രാജകുമാരി. ആ ബാസ്ക്കറ്റിനുള്ളിൽ ഒരു പ്രത്യേകതരം പ്രകാശം അനുഭവപ്പെട്ടു. ഇത് വളരെ ഭംഗിയുണ്ടല്ലേ. ഇതിനുള്ളിൽ എന്താണുള്ളത്? വേണ്ട. പക്ഷേ ഈ ബാസ്ക്കറ്റ് എന്തൊരു ഭംഗിയാണ്. റോസ്ലിൻ തന്റെ ചെവികൾ പൊത്തി. അവൾക്ക് 15 വയസ്സ് തികയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്ക് രാജകുമാരനോട് ക്ഷമ ചോദിക്കണം. ഇത്തവണയും കൂടി എനിക്ക് തോൽക്കാൻ കഴിയില്ല. പാവം റോസ്ലിന് സമയം തള്ളി നീക്കുന്നത് വളരെ കഠിനമായി അനുഭവപ്പെട്ടു. അപ്പോൾ ആ എലി അലറാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞു പോയി. അടുത്ത ദിവസമായിരിക്കുന്നു. നീ വിഷമിക്കണ്ട. ഇനി മുതൽ ഞാൻ എപ്പോഴും എലിയായിരിക്കുക തന്നെ ചെയ്യും. നീ ജയിച്ചു. എനിക്ക് വേണ്ടി ഒരേ ഒരു തവണ ഈ ബാസ്ക്കറ്റ് ഒന്ന് തുറന്നു നോക്കൂ. സന്തോഷമായിട്ട് ഞാൻ പോകട്ടെ. റോസ്ലിന് അത് അത്ഭുതമായി തോന്നിയെങ്കിലും ഭയം കാരണം അവൾ ആ ബാസ്ക്കറ്റ് തുറന്നു നോക്കിയില്ല. മണി 12 ആയല്ലോ. വളരെ നന്നായി റോസ്ലിൻ, ശാപത്തിൽ നിന്ന് നീ മുക്തയായി. അങ്ങനെയാണോ? ഒന്ന് നിൽക്കൂ. നിങ്ങൾക്കത് എങ്ങനെ അറിയാം? എന്റെ ശാപത്തെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനാണ് ഫെയറി ക്വീൻ. ഇത്രയും നാളും ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. നമുക്കിപ്പോൾ രാജകുമാരന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. അവിടെ നിന്റെ അച്ഛനും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. രണ്ടുപേരും തിരികെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ പ്രൂഡൻസിനെ റോസ്ലിനെ കണ്ടു വളരെ സന്തോഷമായി. എന്റെ മകൾ തിരികെ എത്തി. അച്ഛാ, എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നുക. നന്നായിട്ടുണ്ട് റോസ്ലിൻ. ഓ പിന്നെ ഹാപ്പി ബർത്ത്ഡേ.
നിന്റെ ഈ വിജയം ആഘോഷിക്കാൻ എന്റെ സുഹൃത്തുക്കളെല്ലാം എത്തിയിട്ടുണ്ട് മോളെ, കണ്ടില്ലേ? ഓ വാവ്. പക്ഷെ ഫെയറി ഡിറ്റസ്റ്റബിളിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ അതൊരു സാധാരണ എലിയായി മാറി. അതിന് ഒരു ശക്തിയുമില്ല. അതിനെ എന്റെ ഒരു പ്രിയപ്പെട്ട മൃഗമായി വളർത്താമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ റോസ്ലിൻ വലിയ ശാപത്തിൽ നിന്നും മുക്തയായി. ഫെയറി ഡിറ്റസ്റ്റബിളിനെ മാത്രമല്ല, അവളുടെ ആകാംക്ഷയെയും അവൾ പരാജയപ്പെടുത്തി. പക്ഷേ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ജിജ്ഞാസ വളരെ പ്രധാനമാണെന്ന് നമുക്കെല്ലാം അറിയാം. എങ്കിൽ കൂടി അളവിൽ കഴിഞ്ഞാൽ അമൃതും വിഷമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ജിജ്ഞാസ അധികമായാൽ അത് ദുരിതങ്ങൾ മാത്രമേ സമ്മാനിക്കൂ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ജിജ്ഞാസയെ അളവിലും ക്ഷമയോടും ഉപയോഗിക്കുക.